ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നെയ്പ്പത്തിൽ. അത് കുറേ ആൾക്കാർ അറിയാം, അറിയാത്ത പേർക്കാണ് ഞാൻ കാണിച്ചു തരും. അതിന് രാത്രി ചുടണമെങ്കിൽ രാവിലെ റേഷൻ അരി കുതിർത്തി വെക്കണം. റേഷൻ അരി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കുറേ ആൾ പച്ചരി ഇടും. ഞാൻ പച്ചരി ഇടല്ല. പച്ചരി ഇട്ടാൽ ഭയങ്കര ഉറപ്പായിരിക്കും. റേഷൻ അരി മാത്രമേ ഇടും. പിന്നെ ഒരു സവാള, ഒരു മുറി തേങ്ങ, പിന്നെ ജീരകവും ഇടാം. അത് ഞാൻ ഇടാനില്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല ജീരകം ഇട്ടെങ്കിൽ അതിൻ്റെ മണം ഇഷ്ടമല്ല. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് ഗ്രൈൻഡറിൽ അരയ്ക്കുക വേണ്ടത്. അത് നല്ല അരവും ആയിക്കൂടാ, അരി പൊട്ടുന്ന വിധം. അപ്പം ഇത് അരക്കുന്നുണ്ട്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അരക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂട്ടാതെ ചെറിയ വെള്ളത്തിൽ അരക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. എടുത്താൽ എണ്ണയിലിട്ടാൽ അരി ഇങ്ങനെ പൊട്ടിയിട്ട് തീർക്കും. അപ്പം അങ്ങനെ പരത്തിയിട്ട് തീമയിടാം. തീമയിട്ടിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പം പൊരിയുന്നത് വരെ നിൽക്കണം. 2 സെക്കൻഡ് കൊണ്ട് പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ മുരിമുരിയായിട്ട് വരും. അപ്പം ഇതാണ് നെയ്പ്പത്തിൽ. ഇത്രയേ പണിയുള്ളൂ നെയ്പ്പത്തിൽ ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാതെ ആൾ എന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോവുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ വീഡിയോ നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. അപ്പം ഇതുവരെ കമൻ്റ് അറിയിക്കാത്തവർ കമൻ്റ് അറിയിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നെങ്കിൽ ഞാനിടുന്ന ഇതിൽ മനസ്സിലാവും. പുതിയ വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.